ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണർ റിലീസായി ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി നായകനായി ഗിരീഷ് ഷേഡി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമത ബൈജു, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, വിനയ് ഫോർട്ട്, ശ്യാം മോഹൻ, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം അവിട്ടം ദിനം കൂടിയായ ആദ്യ 7 ദിവസമാണ് ഇന്ന് വ്യാഴാഴ്ചയോടെ പിന്നിടുന്നത്. ഈ 7 ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇന്നാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ കേരളത്തിൽ 7,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 41,06,00,000 രൂപയാണ് 6 ദിവസം കൊണ്ട് കേരളത്തിൽ ഇന്നലെ വരെ സ്വന്തമാക്കിയത്. കർണാടകയിൽ 6 ദിവസം കൊണ്ട് 5,18,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 2,62,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 52 ലക്ഷം, നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 2,68,00,000 എന്നിങ്ങനെ 52,06,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് $6.08 മില്യൺ, $58,14,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 6 ദിവസം കൊണ്ട് 110,20,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 7-ാം ദിവസമായിരുന്ന വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 8.5-9 കോടി റേഞ്ചിലാണ്. അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ കേരളത്തിൽ 50 കോടി ക്ലബിലേക്ക് സിനിമ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ വേൾഡ് ഗ്രോസ് 17-18 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ വേൾഡ് ഗ്രോസായി 127-128 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 20 തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഖലീഫ. മോഹൻലാൽ കാമിയോ റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ കൃതീഷ് ഷെട്ടി, മാളവിക ശർമ്മ, സഞ്ജു ശിവറാം, ഇന്ദ്രൻസ്, ഷമ്മി തിലകൻ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ 8-ാം ദിവസം കൂടിയായ 2ാമത്തെ വ്യാഴാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ഇന്നലെ 7-ാം ദിവസമായ തിരുവോണ ദിവസത്തെ അപേക്ഷിച്ച് 8-ാം ദിവസമായ വ്യാഴാഴ്ച കളക്ഷൻ കൂടിയിട്ടുണ്ട്. തിരുവോണ ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 1,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 15,99,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 1,12,00,000, തമിഴ്നാട്ടിൽ 41,50,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8,50,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 33 ലക്ഷം എന്നിങ്ങനെ ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി 17,94,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് ഈ സിനിമ 7 ദിവസം കൊണ്ട് $1.93 മില്യൺ, അതായത് 18,43,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ വേൾഡ് ഗ്രോസായി 7 ദിവസം കൊണ്ട് 36,37,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ 1,60,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 17,60,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് ഗ്രോസ് 40 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യാഷ് പ്രധാന താരമായി അഭിനയിച്ച് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് ഇന്നലെ ഓഗസ്റ്റ് 26 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ സിനിമയാണ് ടോക്സിക്. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാക്കേഴ്സ് റിപ്പോർട്ടും ഒഫീഷ്യൽ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം 150 കോടി രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ്. സിനിമ കർണാടകയിൽ ഇന്നലെ കളക്ട് ചെയ്തത് 30,21,00,000 രൂപയാണ്. തെലങ്കാനയിൽ 10,66,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രയിൽ 9,79,00,000, തമിഴ്നാട്ടിൽ 6,65,00,000, കേരളത്തിൽ 2,26,00,000 എന്നിങ്ങനെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം നോർത്ത് ഇന്ത്യയിൽ വമ്പൻ കളക്ഷനാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നും ആദ്യ ദിവസം 67,14,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗായി സിനിമ നേടിയെടുത്തത് 126,73,00,000 രൂപയാണ്. എന്നാൽ വിദേശത്ത് ഈ സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷൻ കിട്ടിയിട്ടില്ല. $1.70 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത് 16,22,00,000 രൂപ. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 142,95,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഓപ്പണിംഗായി നേടിയെടുത്തിട്ടുള്ളത്. ഇനി സിനിമയുടെ ലാംഗ്വേജ് ബേസ്ഡ് കളക്ഷനിലേക്ക് വന്നാൽ 66,26,00,000 രൂപയാണ് ഹിന്ദി ഗ്രോസ്. അതേസമയം കന്നഡ ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നത് 32,50,00,000 രൂപയാണ്. തെലുങ്ക് 20,10,00,000 കളക്ട് ചെയ്തപ്പോൾ തമിഴ് 6,30,00,000 സ്വന്തമാക്കിയിട്ടുണ്ട്. മലയാളം പതിപ്പിന് കിട്ടിയിരിക്കുന്നത് 1,57,00,000 രൂപയാണ്. ഇനി 2-ാം ദിവസമായിരുന്ന വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 80,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 60 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 200 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. രവി തേജ നായകനായി ശിവ നിർമ്മാണ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ഇരുമുടി. ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസത്തെ വിശദമായ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രയിൽ 47,45,00,000, തെലങ്കാനയിൽ 46,60,00,000, കർണാടകയിൽ 9,20,00,000, തമിഴ്നാട്ടിൽ 1,89,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2,36,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തിരിക്കുന്നത് 107,50,00,000 രൂപയാണ്. വിദേശത്ത് $1.77 മില്യൺ, 17,02,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 6 ദിവസം കൊണ്ട് 124,52,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 7-ാം ദിവസമായിരുന്ന വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 12,13 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 15 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 139-140 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ വെള്ളിയാഴ്ചയോടെ ഈ സിനിമ 150 കോടി ക്ലബ്ബ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യ നായകനായി വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള 13 ദിവസം കൊണ്ട് കേരളത്തിൽ 7,68,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 54,25,00,000 രൂപയും തെലങ്കാനയിൽ 30,05,00,000 രൂപയുമാണ് സ്വന്തമാക്കിയത്. ആന്ധ്രയിൽ 26,99,00,000, കർണാടകയിൽ 16,41,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,76,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 137,14,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് $6.52 മില്യൺ, അതായത് 62,90,00,000 രൂപ സ്വന്തമാക്കി. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 200,04,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്.
ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.